ഹലോ, മീ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ക്രിസ്മസൊക്കെ ആഘോഷിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയായിരിക്കും അല്ലേ? പുറത്തൊക്കെ പോയി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ കണ്ട് എല്ലാവരും ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ അവരവരുടെ തിരക്കിലേക്ക് നീങ്ങുകയായിരിക്കും. അപ്പോൾ ഞാനും ഇന്നലെ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വെട്ടുകാട് പള്ളിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആഘോഷം കണ്ടോ, എന്ത് സെറ്റായിട്ടെന്നറിയാമോ അവർ ചെയ്തിരിക്കുന്നത്? ഒരുപാട് ദിവസങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ്, ഒരുപാട് ആളുകളുടെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ കാണുന്ന രീതിയിലെല്ലാം ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ കുറേ ലേറ്റായിട്ടാണ് അവിടെ എത്തിയത് കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എത്തിയത്. അപ്പം എല്ലാ ആളുകളും അവിടെ വന്ന് ഇതെല്ലാം കണ്ട് അവരുടെ മനസ്സിൻ്റെ സന്തോഷമൊക്കെ വീണ്ടെടുത്ത് അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ അവിടെ ഇറക്കി വെച്ച് ഒരു പുതിയ വർഷത്തെ വരവേൽക്കാനുള്ള ആവേശത്തോടു കൂടി എല്ലാവരും അവരവരുടെ വീട്ടിലോട്ടൊക്കെ പോകാനുള്ള തിരക്കിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തൊക്കെ. ഇതൊക്കെ കണ്ടോ, സ്റ്റാറിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന. ഇതിനകത്ത് നിന്ന് സെൽഫി എടുക്കുന്ന ആളുകളുടെ ബഹളമായിരുന്നു. ഓരോരോ ലൈറ്റ് പോയിൻറ്റിൻ്റെ സെൽഫി സെറ്റ് എല്ലായിടും ഉണ്ട് കേട്ടോ. എല്ലായിടത്തും എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെൽഫി എടുക്കാം. എവിടെ നിന്ന് എങ്ങനെ ഏത് ഫോക്കസിൽ നിന്ന് എടുത്താലും നല്ല സെറ്റ് ഫോട്ടോ ആയിട്ട് തന്നെ കിട്ടും. അത്രയ്ക്ക് കളർഫുള്ളായിരിക്കുന്നു. രാത്രിയാണെങ്കിലും അവിടെ പകൽ വെളിച്ചം പോലെ നല്ല സെറ്റായിരുന്നു. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറൊരു കുട്ടിയെ കണ്ടതോ പോകുന്നു. ആ കുട്ടിയെ കണ്ടോ? അത് വന്നിട്ട് അവൾ വെറും 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പക്ഷേ അവൾ ചെയ്യുന്ന ജോലിയെന്ന് വെച്ചാൽ തലയിൽ വയ്ക്കുന്ന ഒരു കിരീടം പോലത്തെ ഒരു സംഭവം, അത് LED ലൈറ്റൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. തൂവലിൻ്റെ ഇടയിൽ കൂടി ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് പ്രകാശിക്കും. അതൊക്കെ വിൽക്കുക എന്നുള്ളതാണ് അവൾ നടത്തുന്ന പരിപാടി. പക്ഷേ സെറ്റായിട്ട് വലിയൊരാൾ നടത്തുന്നതിനേക്കാളും നന്നായിട്ട് അവൾ ആ ബിസിനസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ ആ സാഹചര്യം നോക്കണേ. നമ്മുടെ മക്കളൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് പഠിക്കേണ്ട ആ കുട്ടി അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അതും നമുക്കിതിൻ്റെ ഇടയിൽ അങ്ങനെയുള്ള ഒരുപാട് കുട്ടികൾ, 1-2 കുട്ടികളെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ അവിടെ കറങ്ങി നടക്കുന്ന സമയത്താണ് അവിടെ ആരോ പറഞ്ഞു കേട്ട് ഒരു മ്യൂസിയം അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, ചർച്ച് മ്യൂസിയം. അപ്പോൾ നമ്മുടെ അവിടെ പോയപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പറ്റില്ലെന്ന് കരുതി ഫോണൊക്കെ എടുത്ത് സൈലൻ്റാക്കിയൊക്കെ വെച്ച് വലിയ ഡീസൻ്റായിട്ടൊക്കെയാണ് അതിനകത്ത് കയറിയത്. അപ്പം അവർ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഫോൺ വിളിക്കാൻ പറ്റില്ലെന്നാണ് ഉദ്ദേശിച്ചത്. ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാമായിരുന്നു, നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാം, സെൽഫി എടുക്കാം, എന്ത് വേണമെങ്കിലും എടുക്കാമായിരുന്നു. അകത്ത് കയറിയപ്പോഴാണ് ഞങ്ങൾ അതറിയുന്നത്. പക്ഷേ അകത്ത് കയറിയ ആ പൊസിഷനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് മുതലാണ് നമ്മുടെ കാനായിലെ കല്യാണം മുതലാണ് എനിക്ക് എടുക്കാൻ പറ്റിയത്, വീഡിയോ ആയിട്ട് എടുക്കാൻ പറ്റിയത്. അപ്പോൾ കാനായിലെ കല്യാണം അതിൻ്റെ ഒരു എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. പിന്നെ നമ്മുടെ പഴയ കാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടെന്ന ഒട്ടുമിക്ക സാധനങ്ങളും അവിടെ ഉണ്ട്. ഇതെല്ലാം അവിടെ. ഇത് മോശയാണ്, ഇസ്രായേൽ ജനതയെ നയിച്ച നമ്മുടെ മോശയുടെ രൂപമൊക്കെ ഉണ്ട്, സെറ്റായിട്ട് ജീവൻ തുടിക്കും പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കണ്ടോ, ചെങ്കടലാണ്. ചെങ്കടൽ കർത്താവ് 2ആയിട്ട് വിഭജിച്ച ഒരു കഥയുണ്ടല്ലോ. അപ്പോൾ അതിനെ ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെന്നിരിക്കുന്നത്. മുകളിലും താഴെയും 2 സൈഡിലും ഒക്കെ വെള്ളമാണ്. നമ്മൾ നടുക്കൂടി പോകുന്ന ഒരു ഫീലിംഗാണ് അതിനകത്തൂടി പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ശരിക്കും 2025 ഇങ്ങനെ 2024 അവസാനിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെയൊക്കെ ഇതൊക്കെ കാണാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ഭാഗ്യം തന്നെ. ഇവിടെ ഇങ്ങോട്ടൊന്നും പ്രവേശനമില്ല, അതിനപ്പുറത്ത് സെമിത്തേരി എങ്ങാണ്ടാണ്. അപ്പം അങ്ങോട്ട് നമുക്ക് കടക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം നമ്മളോട് ഉണ്ട് എത്രയോ പേരുണ്ടായിരുന്നെന്നറിയോ. അപ്പോൾ അവരെല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴത്തേക്ക് നമുക്ക് ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ദൈവം തന്ന ഒരു അവസരം ഉണ്ടല്ലോ, അതൊക്കെ പ്ലസ് തന്നെയാണ്. അപ്പോൾ 2025 കടക്കുന്നതിന് മുമ്പേ ഇതെന്തായാലും ഈ പ്രോഗ്രാമൊക്കെ ന്യൂ ഇയർ കഴിയുന്നവരെ ഉണ്ടാകും കേട്ടോ. കണ്ടോ, ഇതിനകത്ത് തന്നെ ഒരു പള്ളിയുണ്ട്, ചെറിയൊരു പള്ളിയായിട്ട് ഒരു റൂമിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് കയറി കുറേ നേരം ഇന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടി പോവുക, മറു സൈഡിൽ കൂടി വരിക. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് അവിടെ പോയി ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആ ഭാഗമൊന്നും ഫോൺ ഉപയോഗിക്കാമെന്ന് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഫോൺ എടുക്കാതെ പോയത്. പിന്നെ 2ാമത് കയറാൻ പറ്റിയില്ല, കാരണം ലേറ്റായി പോയതാണ്. നമ്മൾ അവിടെ ചെന്നപ്പോഴേ ലേറ്റായിട്ടാണ് നമ്മൾ പോയത്. തിരിച്ച് വീട്ടിൽ വരണ്ടേ. കണ്ടോ, എത്ര മനോഹരമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നതെന്ന് കണ്ടോ. ഈ 8:30-9 മണി സമയത്തും നല്ല തിരക്കായിരുന്നു കേട്ടോ.
ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ കുറേ പേര് ഇങ്ങോട്ട് ഇറങ്ങണ കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഞങ്ങളൊക്കെ കാണുള്ളൂ, കുറച്ച് പേരൊക്കെ കാണുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ അകത്തോട്ട് കയറുന്നതോറും ഒരുപാട് ആളായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. അതായത് ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം. ക്രിസ്മസിന് മുമ്പേ അപ്പോൾ എന്തോരം തിരക്കായിരുന്നായിരിക്കും. പിന്നെ പള്ളിയുടേതായ കുറേ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ ഉറിയടി മത്സരം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കേണ്ട സമയമില്ലായിരുന്നു, പെട്ടെന്ന് ഇങ്ങനെ പോരേണ്ടി വന്നു. എന്തായാലും ഞാൻ കണ്ടത് കുറച്ച് ഭാഗമാണെങ്കിലും അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലുമൊക്കെ ക്രിസ്മസ് കഴിഞ്ഞല്ലോ ഇനി അവിടെ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് പോവാതിരിക്കേണ്ട, ഇനിയാണ് അവിടെ ഉള്ളതും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നതുമൊക്കെ. അപ്പം നിങ്ങൾക്കൊക്കെ വരാൻ പറ്റുമെങ്കിലൊക്കെ പോയി കാണാൻ പറ്റുന്നെങ്കിലൊക്കെ കാണുക. ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക്. ഇന്നലെ അതേസമയം ഒരു സൈഡിൽ കുട്ടികളുടെ പദ്യപാരായണം, അങ്ങനെ കവിത ചൊല്ലൽ, ഇങ്ങനെയൊക്കെയുള്ളൊരു പ്രോഗ്രാം ഒരു സൈഡിൽ നടക്കുമ്പോൾ മറു സൈഡിൽ കടലിൻ്റെ കരയിലായിട്ട് ഉറിയടി പോലെയും ഓട്ടം മത്സരം പോലെയുള്ളതൊക്കെ അങ്ങനെയുള്ള കലാകായിക മത്സരങ്ങളൊക്കെ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അവിടെ പോയി ജസ്റ്റ് കടലിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി ചുറ്റിയിട്ട് തിരിച്ചു വന്നു. കണ്ടോ എങ്ങനെയുണ്ട്, കൊള്ളാമല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് നേരി കാണണമെന്ന് തോന്നണില്ലേ? ശരിക്കും ആരെങ്കിലുമൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കും തോന്നും ഇതൊന്ന് പോയി കണ്ടെങ്കിൽ കൊള്ളാമായിരുന്നു. അതുപോലെ തോന്നുകയാണെങ്കിൽ ഒട്ടനെ വച്ച് പിടിച്ചേക്കണം നമ്മളെ, എന്തായാലും കേരളത്തിനകത്തല്ലേ തിരുവനന്തപുരം, അപ്പോൾ ഉടനെ ഇങ്ങ് വച്ച് പിടിച്ചേക്കണം. അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരിക, നേരെ വെട്ടുകാട് പള്ളിയിലോട്ട് വരിക. വെട്ടുകാട് പള്ളി എന്ന് കേട്ടാൽ ആരും എവിടെ എപ്പോഴും വേണമെങ്കിലും ഉറക്കത്തിൽ നിന്ന് വിളിച്ചോടത്ത് ചോദിച്ചാലും അവരെല്ലാവരും വഴി പറഞ്ഞു തരും. നമുക്ക് വഴി അറിയാതിരുന്നിട്ടല്ല, ഞാൻ പിന്നെ നേരത്തെ പോയിട്ടുണ്ട്. നേരത്തെയൊക്കെ ആദ്യമൊക്കെ പോകുന്ന സമയത്ത് വഴി ഇറങ്ങിക്കൂടാതെ ഞാൻ എപ്പോഴും ചോദിച്ചാണ് പോകുന്നത്. പക്ഷെ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും, ഇത് ഇന്ന സൈഡാണ്, അതങ്ങനെ ഇങ്ങനെയാണ് പോകണ്ടേ എന്നവർ പറഞ്ഞു തരും. ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും അറിയാം. പള്ളിയൊക്കെ ഇപ്പം നല്ല വലിയ പള്ളിയാക്കിയിട്ടുണ്ട്, ഏറ്റവും വലിയ പള്ളി പോലെ ഉണ്ട് കേട്ടോ. ആളുകൾ വന്നാണ്ടല്ലോ അവർക്ക് പോകാൻ തോന്നില്ല, അവിടെ തന്നെ ഇരിക്കാൻ തോന്നും. ആ മണലിലൊക്കെ കയറി ഇരുന്നാൽ നമുക്ക് എണീറ്റ് വരാനേ തോന്നില്ല. അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനായാലും എന്തിനായാലും അവിടെ തന്നെ അങ്ങ് ഇരിക്കാൻ തോന്നും. അത്രയ്ക്ക് എന്താ പറയുക, നിങ്ങൾ വന്ന് കണ്ട് അനുഭവിക്കുക കേട്ടോ. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് വരാനൊക്കെ തോന്നുന്നില്ലേ? പിന്നെ ഞങ്ങൾ ആ പള്ളിക്ക് അകത്ത് കയറി. അപ്പോൾ വ്യക്തമായിട്ട് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയില്ല, ഇത്രയും ഒരു പൊസിഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മുടെ ഇത് ഫ്രണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇവിടെ തിരക്കൊന്നും ഇല്ലായിരിക്കുമ്പോൾ വന്നാലേ നമുക്ക് വ്യക്തമായിട്ട് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടി ഇത്രയൊക്കെ ഒപ്പിക്കാൻ പറ്റുള്ളൂ. ഇത്രയൊക്കെ വച്ച് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കുക, സഹകരിക്കുക. ഉണ്ട്, ഞാൻ ആ കടൽക്കരയിലുള്ള ഒരു ഉറിയടിയുടെ കാര്യം പറഞ്ഞിട്ടില്ലെന്നോ, ഒരു കലം കെട്ടിയിട്ടിട്ടുണ്ട്. ആ കൊച്ചിങ്ങനെ അതിനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. ഒരുപാട് പേര് ഇതൊക്കെ അടിച്ച് തളർന്നിട്ട് മക്കൾ പോയി ഇരിക്കുകയായിരുന്നു. ഒരു കുട്ടി മാത്രം നിന്ന് അടിക്കുന്നുണ്ട്. അവന് ലക്ഷ്യം കാണാൻ പറ്റുമെന്നുള്ളൊരു ബാക്ക് സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അവിടെ നിന്ന് അടിക്കുക, അവിടെ നിന്ന് വലത്തോട്ടടിക്കുക, ഇടത്തോട്ടടിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തായാലും ആ ലക്ഷ്യം കണ്ടോ. പിന്നെ അവിടെ അധികം നിൽക്കാൻ പറ്റിയില്ല. നമ്മൾ